വേദിയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഇപ്പോൾ തിരക്കിട്ട ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം വിവാദങ്ങളും പരസ്പരം അപവാദങ്ങളും ഒക്കെ ചൊരിയുന്ന ഒരു ചർച്ച കൂടിയാണ്. ചില പാർട്ടികളുടെ ചില സംഘടനകളുടെ പിന്തുണ സംബന്ധിച്ചാണ് അത്തരം ചർച്ച വരുന്നത്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, PDP LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. UDFുകാർ പറയുന്നത് നിങ്ങൾ PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നില്ലേ, PDPയെക്കുറിച്ച് ഏത് തരത്തിലാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേരത്തെ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ LDF സ്വീകരിച്ചിട്ടില്ലേ? അന്നെല്ലാം അവർ വർഗീയവാദികളല്ലായിരുന്നു, അന്നൊക്കെ അവർ മതേതരവാദികളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയപ്പോൾ എന്താണ് അവർ വർഗീയവാദികളായത് എന്നുള്ള ചോദ്യം UDF ഉന്നയിക്കുന്നു. മറിച്ച് LDF ഉന്നയിക്കുന്നത് UDF കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി തന്നെ എല്ലാവിധ വർഗീയ ശക്തികളുമായും കൂട്ടി യോജിക്കുകയാണ്. അവരെയൊക്കെ ഒരു അസോസിയേറ്റ് മെമ്പർമാരെ പോലെയാണ് കാണുന്നത് UDFൻ്റെ. അങ്ങനെയുള്ളവരുടെയൊക്കെ പിന്തുണ വാങ്ങിക്കൊണ്ടാണ്, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ വാങ്ങിക്കൊണ്ടാണ്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വാങ്ങിക്കൊണ്ടാണ് അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കുന്നത് എന്ന് പറയുന്നു. PDP അങ്ങനെ ഒരു പാർട്ടിയല്ല, ഏതെങ്കിലും ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പാർട്ടിയല്ല PDP എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് ചില മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സമസ്തയുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ രണ്ടുപേരുടെയും ഉള്ളിൽ ഉണ്ട് താനും. എന്തായാലും നമ്മൾ പരിശോധിക്കുന്നത് ഇതാണ്. പൊതുവേദിയിലൊക്കെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ അത്തരം ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുകയും ഇവരുമായിട്ടൊക്കെ ചില ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരുടെയൊക്കെ വോട്ട് വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഇടതുമുന്നണിയും വലതുമുന്നണിയും പരസ്പരം ഉന്നയിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പാർട്ടികളും, വെൽഫെയർ പാർട്ടിയും PDPയും ഒന്നാണോ? രണ്ടുപേരുടെയും പിന്തുണ സ്വീകരിക്കുന്നതിന് തെറ്റുണ്ടോ ശരിയുണ്ടോ? ഇതൊക്കെ പ്രേക്ഷകർക്ക് വിധി എഴുതാം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ന്യൂസ് 18 പൊതുവേദി. ശ്രീ കൃഷ്ണകുമാറാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ കൃഷ്ണകുമാർ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി അവരുടെ പിന്തുണ UDFന് പ്രഖ്യാപിക്കുന്നു, PDPയുടെ പിന്തുണ LDFന് പ്രഖ്യാപിക്കുന്നു. ഈ രണ്ട് പാർട്ടികളും സ്വഭാവത്തെ സംബന്ധിച്ച് LDFനും UDFനും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് രണ്ട് ശരിയാ. കാരണം നിയമസഭ വരുമ്പോഴേ LDFന് ഈ STP, PDP, ജമാഅത്ത് ഇസ്ലാമി ഇവരെല്ലാം പിന്തുണ കൊടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരെല്ലാം കൂടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാനും വേണ്ടി കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു. അതായത് തിന്നേന്റെ ബാക്കി പിന്നെ നടക്കുന്ന ഈ രണ്ട് പാർട്ടികളും അവരെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഈ രണ്ട് പാർട്ടികളും കാലാകാലങ്ങളായി പിന്തുണ സ്വീകരിക്കുന്നതാണ് ഈ സംഘടനകളുടെ എല്ലാം. ഇവർക്കെല്ലാം RSS മാത്രമേ ഉള്ളൂ തീവ്രവാദ സംഘടന, വേറെ ഒന്നും തീവ്രവാദ സംഘടന അല്ല കേട്ടോ. പിന്നെ ഞാൻ കരുനാഗപ്പള്ളിക്കാരനായതുകൊണ്ട് എനിക്കറിയാം ഇത് വർഗീയത എങ്ങനെ പോകുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള പാർട്ടിയാണ്. കാരണം ഈ ശബരിമല വിഷയം വന്നപ്പോഴേ CPM-മാരുടെ ഗുണ്ടകളായി നിന്നവരാണ് ഈ പറയുന്നവരെല്ലാം. വടിയും കമ്പും ഒക്കെ ആയിട്ട് കരുനാഗപ്പള്ളി പടനായർ ഉളങ്ങുന്ന ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അന്നും ഇവരുടെ കൂടെ നിൽക്കുന്നവരാ CPM-ന്റെ DYFIയുടെയും വലിയ നേതാക്കന്മാരാ. അന്നേരം കോൺഗ്രസ്സുകാരും ശബരിമല വിഷയം വന്നപ്പോൾ എന്താ അതിന് ശബരിമല വിഷയത്തിൽ ഇതുമായിട്ട് ബന്ധം? ഈ ആചാര ലംഘനത്തിന് സമരം നടത്താനായിട്ട് ആൾക്കാരെല്ലാം കൂടെ ഈ പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്ന് വരുവാ. ആചാര ലംഘനത്തിന് സമരം നടത്താനോ? അതായത് അന്ന് ആചാര ലംഘനം നടന്നല്ലോ ചേട്ടാ. ഈ ബിന്ദു അമ്മിണി എന്ന് പറഞ്ഞ സുന്ദരിക്കുട്ടി എന്താ ആചാര ലംഘനം? അത് ഓരോ പാർട്ടിയുടെയും ഓരോ നിലപാടുകൾ സ്വീകരിച്ചതല്ലേ ആചാര ലംഘനം. നാമം ചൊല്ലിക്കൊണ്ട് വരുമ്പോ ഇവരെ ആക്രമിക്കാനായിട്ട് നാമം ചൊല്ലിക്കൊണ്ട് വന്നവരൊക്കെ രാഷ്ട്രീയമായിട്ട് തന്നെ അല്ലേ നേരിട്ടത്? രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സമരമല്ലായിരുന്നു, അല്ലാതെ അതിനകത്ത് വിശ്വാസികളുമായിട്ടൊന്നും ബന്ധപ്പെട്ട സമരമൊന്നും ആയിരുന്നു. അതൊക്കെ കൃഷ്ണകുമാർ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. അതൊക്കെ ഈ സംഘടനകളെല്ലാം ഇവരുടെ വോട്ട് ബാങ്ക്, ഇവരുടെ രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ സമരം നടത്തിയ ആളുകൾക്കുമൊക്കെ വർഗീയമായ അജണ്ട ഒക്കെ ഉള്ളവരൊക്കെ ഒരുപാട് സമരത്തിന് മുന്നിൽ നിന്നില്ലേ? അപ്പൊ അതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നിട്ടുണ്ട്. ആചാരങ്ങളൊന്നും ലംഘിച്ചില്ല എന്നുള്ള വിഷയമൊന്നും വരുന്നില്ല. അതൊക്കെ ആചാരങ്ങളെല്ലാം ലംഘിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ശരിയാ ചേട്ടാ, ഞങ്ങൾ ഉന്നയിക്കും. ക്ഷേത്രത്തിന്റെ ആചാര ലംഘനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉന്നയിക്കും. ശ്രീ കൃഷ്ണകുമാരെ, ആചാരം എന്ന് വെച്ചാൽ ഇന്നത്തെ ആചാരം ഇന്നലത്തെ ആചാരം അല്ല ഇന്നത്തെ ആചാരം. നാളെ ഇതൊന്നും അല്ല ആചാരം, മറ്റൊരു ആചാരമായി മാറും. അതൊക്കെ ആചാരങ്ങളെല്ലാം മാറി മാറി വന്നിട്ടുള്ളതാണ്. ഈ രോഗം ഉണ്ടായതൊക്കെ അങ്ങനെയാണ്. ഈ നിയമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ 10,000 വോട്ട് കൊടുത്തെന്ന് പരസ്യമായിട്ട് STP നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, അതൊക്കെ പറഞ്ഞു അല്ലേ. ഞാൻ താങ്കൾ ഈ ആചാരവും ആചാരലംഘനമായിട്ടൊന്നും ഇതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാ ഇതിലും ആർക്കെങ്കിലും ഇവരെ വർഗീയത ആരോപിക്കുന്നതിനോ അല്ലെങ്കിൽ തീവ്രവാദം ആരോപിക്കുന്നതിനോ അതുപോലെ ആചാരലംഘനം ഒക്കെ പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ള കാര്യവും ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ. താങ്കൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഞങ്ങളും എല്ലാം കണ്ടിട്ടുള്ളത്. ഞാനും ആ നാട്ടുകാരനൊക്കെ തന്നെയാണ്. ഈ സമരങ്ങളൊക്കെ കേരളത്തിൽ എങ്ങനെ നടന്നതിനെ കുറിച്ചൊക്കെ മലയാളിക്ക് നന്നായി അറിയാം. ഈ ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരു വർഗീയ പാർട്ടിയും ബാക്കിയുള്ളവരാരും വർഗീയ പാർട്ടിയല്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമോ. ചാനലുകാർക്കും അതാ. അവിടെ വർഗീയ പാർട്ടി, ഇവിടെ നിന്നും വർഗീയ പാർട്ടി അല്ല. ശരി, ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, മറുഭാഗത്തിന് PDP യുടെ പിന്തുണ? അവർ രണ്ടുപേരും പറയുന്നത് വെൽഫെയർ പാർട്ടി അങ്ങനെയല്ല, PDP ഇങ്ങനെയല്ല എന്ന് രണ്ടു കൂട്ടരും വീറോടുകൂടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടു കൂട്ടരെയും ചരിത്രമൊക്കെ പരിശോധിച്ചാൽ പരസ്പരം പിന്തുണ മാറിയും തിരിഞ്ഞുമൊക്കെ രണ്ടു കൂട്ടർക്കും നൽകിയിട്ടുള്ളവരും ഒക്കെയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. ആ ജോൺ ബ്രിട്ടാസിന്റെ എഴുതാത്ത പേന പോലെ കിരണിന്റെ കയ്യിൽ ഒരു പേന കുറെ കാണും. ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. അത് ഇവിടെ വരുന്ന ആളുകളുടെ പേര് എഴുതി വെക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്നതാണ്. കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞ. പിന്നെ അപ്പൊ ഈ രണ്ട് പാർട്ടികളും വർഗീയതയ്ക്ക് അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഈ മറ്റേ PDP ഇതും നമ്മുടെ വെൽഫെയർ പാർട്ടി പേരിൽ മാത്രം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നും മറ്റു വെൽഫെയർ പാർട്ടി എന്നും ഇതങ്ങനെ തന്നെ. പിന്നെ ഈ രണ്ടു കൂട്ടരും ഒരു പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മറ്റൊരു മാത്രമേ കുറ്റം പറയുള്ളൂ. ഇതിപ്പോ രണ്ടു കൂട്ടരും അങ്ങനെ ആയപ്പോ രണ്ടു കൂട്ടരും പരസ്പരം ഇതാവാൻ തുടങ്ങി. പിന്നെ വേറൊരു കാര്യം, അൻവർ അവിടെ നിന്ന് പോയപ്പോ UDF നശിക്കുന്നു പറഞ്ഞിട്ട് പറയുന്നത് കേട്ടു പോയിന്ന മാഷ്. അത് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ 9 പേരെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എങ്ങനെ ഇപ്പൊ രാഷ്ട്രീയക്കാരങ്ങനെയൊക്കെ പറയും. പിന്നെ വേറൊരു കാര്യം, അവിടെ മറ്റേ നിലമ്പൂര് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ മുഴുവൻ ജയിക്കുന്ന പറയുന്നത്. അപ്പൊ എന്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അവിടെ തോൽക്കാൻ പോകുന്നത് അവിടുത്തെ ജനങ്ങളായിരിക്കും. അതാണ് സംഭവം. നമ്മൾ വേറൊരു കാര്യം അല്ലല്ല, കാണികൾ നമ്മൾ എന്തറിയുന്നു, കയ്പും മധുരവും നുകരുന്നു എന്നതാണ് ഇതിന്റെ. പിന്നെ വേറെ ഇപ്പൊ അവിടുത്തെ വേറെ കാര്യം അല്ല, ഒരു കാര്യം ഇപ്പോഴത്തെ ലാബറട്ടറിയില് ഈ രാഷ്ട്രീയക്കാരുടെ നടക്കുന്ന എന്താണെന്നറിയോ? ഇലക്ഷൻ കഴിഞ്ഞാൽ എന്ത് പറയണമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെ പറഞ്ഞോളും, തോറ്റാലും ജയിച്ചാലും അതിനൊക്കെ ന്യായം പറയാനൊന്നും കണ്ടെത്താനോ പറയാനോ ഒന്നും അറിയാൻ വയ്യാത്തവരല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കളായിരുന്നു. മോശക്കാരൊന്നുമല്ല. ശ്രീ ഇടയം മുരളിയാണ് അടുത്തത്. ശ്രീ ഇടയം മുരളി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രണ്ടു കൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി പോലെ അല്ല PDP എന്ന് ഇടതുമുന്നണി പറയുന്നു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് PDP യുടെ പിന്തുണ കിട്ടാമെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കുഴപ്പമെന്ന് UDF ചോദിക്കുന്നു. ശ്രീ ഇടയം മുരളി, നമസ്കാരം. പറഞ്ഞു സാറേ, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത രണ്ട് പാർട്ടികളാണ് യഥാർത്ഥത്തിൽ PDPയും വെൽഫെയർ പാർട്ടിയും. അതെ. ഈ PDP ഇവിടെ ഉണ്ടായിട്ട് 10-25 വർഷമായി. അവരുടെ വർഗീയമായ ചില നിലപാടുകൾ കൊണ്ടായിരിക്കണം അതിന്റെ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിഷയത്തിലോട്ട് പോകുന്നില്ല. ഇവരെ ആരും തന്നെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടിയല്ല. അതായത് പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കൾ മാത്രമാണ് ആ പാർട്ടിയിൽ ഉള്ളത്. ഇവിടെ നേതാക്കന്മാർ പറയുന്നത് പോലെ അണികൾ വോട്ട് ചെയ്യത്തതുമില്ല. അതുകൊണ്ട് ഈ പാർട്ടികളെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഇവരെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ, അതായത് ജനതാദൾ പോലുള്ള പാർട്ടികളിൽ ചേർന്ന് വളരെ പക്വതയോടെ പ്രവർത്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ആ പാർട്ടി ആയതുകൊണ്ട് ഇടയ്ക്ക് ആളിനെ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കട്ടെ. ശരി, ഓക്കെ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പരസ്പരം LDFും UDFും പറയുന്നു നിങ്ങൾക്കൊപ്പം പിന്തുണ നൽകുന്നവരാണ് തീവ്രവാദികൾ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ വിശുദ്ധരാണ് എന്നുള്ള മട്ടിലാണ് സംസാരം. എവിടെയാണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാറേ. നമസ്കാരം. തെരഞ്ഞെടുപ്പല്ല സാറേ, ഇതൊരു മത്സരമല്ലേ. അപ്പൊ ഈ ബോധത്തോടെ അല്ലല്ലോ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്. ഭയങ്കര കുറ്റപ്പെടുത്തലല്ലേ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PDP യുടെ പിന്തുണ LDFന്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, ജമാഅത്തയുടെ പിന്തുണ UDFന്. കഴിഞ്ഞ കുറച്ചു കാലമായി രണ്ട് പാർട്ടികളും അത്തരത്തിലേക്ക് ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം പഴിചാരുകയാണ്. നിങ്ങൾ പിന്തുണ വാങ്ങിയത് ശരിയായില്ല, വർഗീയ ശക്തികളുടെ പിന്തുണയാണ് എന്നാണ് ഇരു കൂട്ടരും പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്കാരമുണ്ട് സാറേ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് മറ്റു രാജ്യങ്ങളെ വ്യക്തമാക്കാൻ പോയ നമ്മുടെ ശശി തരൂരും നമ്മുടെ ജോൺ ബ്രിട്ടാസും അതേപോലെ ടീമിന് ബിഗ് സല്യൂട്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പൊ ഈ രണ്ട് പാർട്ടികളല്ല, ഏത് പാർട്ടിയായാലും വർഗീയ, അതായത് നമ്മുടെ രാജ്യത്തിന് ദോഷം വരുന്ന രീതി പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിക്കാരായാലും അവരെ കൂട്ടുപിടിക്കാൻ പാടില്ല. നമുക്കിപ്പം മറ്റ് പാർട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഈ മതരാഷ്ട്രം അല്ലെങ്കിൽ അങ്ങനെ വാദികളെയൊക്കെ അതൊക്കെ വിട്ടിട്ട് അവർക്ക്, നമുക്ക് ഇപ്പം കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പാർട്ടികളുണ്ട്, അതേപോലുള്ളവർക്കൊക്കെ അതിലേക്ക് വരാം. പിന്നെ ഇപ്പൊ ജമാഅത്തിന്റെ പാർട്ടി ആയാലും ഇപ്പൊ BDP ആയാലും മറ്റേത് വർഗീയ പാർട്ടി ആയാലും ഇവർക്കൊക്കെ ഒരു വീഞ്ഞ് തന്നെ, അത് പല കുപ്പിയിലാക്കുന്നേ ഉള്ളൂ. ഇത് ഇപ്പൊ ശ്രീ കണ്ണൻ, ഇതൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളും ധാരകളും ഒക്കെ ഉള്ള
താങ്കൾ അത് പുറത്ത് നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിന് പരസ്പരം യോജിക്കാൻ ദോഷകരമായ കഴിയാത്ത രീതിയിൽ ഏത് പാർട്ടി ആയാലും എടുത്തു കഴിഞ്ഞാൽ നാളെ അത് ഇന്നൊരു വോട്ടുമുണ്ട്, പക്ഷെ ആ വോട്ട് മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശയം മാറത്തില്ല സാർ. ഇല്ല, അവരുടെ അതൊക്കെ ശരി, ആശയങ്ങൾ അത് നടപ്പിലാക്കാൻ ശരിയാണ്. വേണ്ടി പക്ഷേ ഇവരൊക്കെ ഇത്തരം ഈ ചെറിയ നേതാക്കന്മാരെ പാർട്ടികൾ കൂട്ടുപിടിക്കും. ചേർന്നാണെങ്കിൽ അവരൊക്കെ തമ്മിലൊക്കെ വലിയ ആശയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ PDPയുടെ പിന്തുണ LDFന് വെൽഫെയർ പാർട്ടി, അപ്പോൾ PDP അങ്ങനെ ഒരു മതരാഷ്ട്രവാദമൊന്നും മുന്നോട്ട് വെക്കുന്ന പാർട്ടിയല്ല എന്ന് LDF പറയുന്നു, UDF പറയുന്നു. നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, ജമാഅത്തിന്റെ പിന്തുണ നിങ്ങൾക്കായിരുന്നില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇതിലേതാണ് ശരിയെന്ന് തോന്നുന്നത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. എന്റെ ഏറ്റവും ആദ്യമുള്ള ഒരു അഭ്യർത്ഥന, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ നാട്ടിലെ സാംസ്കാരികമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ ഒരു പൈതൃകത്തിന് ശോഷണം സംഭവിച്ചു പോകരുത് എന്ന് ആണ് എനിക്ക് ആദ്യമായിട്ട് ആഗ്രഹിക്കാനുള്ളത്. കാലാകാലങ്ങളിൽ ഓരോരുത്തർ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാന്തി പൊളിച്ച് വ്രണമാക്കുന്ന ഒരു സമ്പ്രദായം അധികമായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ നാടിന്റെ പൈതൃകം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം മഹത്തരമായ പൈതൃകമൊന്നും അല്ല. നമ്മുടെ അതിന് ഒരുപാട് മോശപ്പെട്ട പൈതൃകം കൂടെ ചേർന്നാണ് നമ്മുടെ പൈതൃകം. മാറേണ്ടതൊക്കെ മാറുകയും വേണം. ആയിക്കോട്ടെ, എങ്കിലും ഒരു എന്താ പറയുക, സമൂഹത്തിലുള്ള ഒരു കലുഷിതമായ ഒരു ഭാവം ഉണ്ടല്ലോ. മുമ്പ് ഒരു 10-20 കൊല്ലം മുന്നൊന്നും ഇത്രയധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പക്ഷമുണ്ട് എനിക്ക്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലായാലും മതങ്ങൾ തമ്മിലായാലും ഈ എന്താ പറയാ, ഇന്നുള്ള അത്തരം സ്പർദ്ധ മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. 10-30 വർഷം മുമ്പ് മതങ്ങൾ തമ്മിൽ കൂടുതൽ മതം കൂടുതൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും രാഷ്ട്രീയവും മതപരമായ പാർട്ടികളും മതത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമൊക്കെ വന്നപ്പോൾ കൂടുതൽ അത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഏത് മതമായാലും. അതെ, എല്ലാ കാലത്തും എൻ്റെ ഒരു അഭിപ്രായം, എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തരാതരം പോലെ ഏറ്റക്കുറച്ചിലുണ്ടാവും. എങ്കിലും എല്ലാവരുടെയും വോട്ടുകൾ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യണല്ലോ. ആരും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. SDPI ആയിട്ടും ജമാഅത്ത് ഇസ്ലാമി ആയിട്ടും അല്ലെങ്കിൽ പിന്നെ RSS ആയാലും ഏതായാലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് ആർക്കെങ്കിലും ഒക്കെ ആണല്ലോ ചെയ്യണത്. അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്, എന്തായാലും വോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ചെയ്യും. അല്ലാതെ ഇപ്പൊ നമുക്ക് അതിൽ കൂടുതൽ ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ജമാഅത്തെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന്, അതോടൊപ്പം PDPയുടെ പിന്തുണ LDFന് കഴിഞ്ഞ കുറച്ച് കാലമായി തെരഞ്ഞെടുപ്പുകളായി അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരൊക്കെ മറുപക്ഷത്തേക്കൊന്നും ഒക്കെ പിന്തുണ നൽകിയിട്ടുള്ളവരുമാണ് ഈ രണ്ട് പാർട്ടികളും. അപ്പോൾ ഇപ്പോൾ അതൊരു വർഗീയതയുടെ ആംഗിളിലൊക്കെ കൊണ്ടുവന്നൊരു ചർച്ച, പരസ്പരം പഴിചാരലൊക്കെ നടക്കുന്നു. ഇതിൽ എവിടെയാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു? നമസ്തേ സാറേ. നമസ്കാരം. അതിൽ ഇതിപ്പോ രണ്ട് കക്ഷികളും, ഈ പറഞ്ഞ രണ്ട് പാർട്ടികളും PDPയും വെൽഫെയർ പാർട്ടിയും രണ്ടും ഒരു വർഗീയ പാർട്ടി തന്നെയാണ്. അതിൽ ഇത്തിരി കൂടുതൽ വർഗീയമുള്ളത് PDP ആയിരുന്നത്. CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ചകത്തിടുന്നത്. അന്ന് ആ പിടിച്ചു കൊടുക്കുന്നതും പിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോകുന്നതും ജയിലിൽ കിടക്കുന്നതുമല്ല. എന്നിട്ട് ഇപ്പം പിന്നെ പാർട്ടി സെക്രട്ടറി വന്ന് നിന്ന് പറയുന്നത് എന്തൊരു ഉളുപ്പില്ലാത്ത വർത്തമാനങ്ങളാ സാറേ വന്ന് നിന്നിട്ട് പറയുന്നത്. PDP ഇപ്പം നല്ല, ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ എല്ലാം നല്ലതായി. അദ്ദേഹം ഇപ്പോഴും ഇറങ്ങിയോ ഇല്ലോ എന്ന് പോലും എനിക്ക് അറിയില്ല. ഇപ്പൊ കാണുന്നൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ എങ്കിലും അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് വന്ന് ഈ പറയുന്നതേ, ഈ പിന്നെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് എന്തായാലും ഈ മനുഷ്യന് ദഹിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കൊക്കെ വന്നു പറഞ്ഞൂടെ? ശരി, ഓക്കെ. ഹലോ, അങ്ങനെ നമുക്ക് ശ്രീ ദിവാകരനാണ് തൃശ്ശൂരിൽ നിന്നും. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് പാർട്ടികളുടെ പിന്തുണയും ഈ പാർട്ടികളെ കുറിച്ചുള്ള മറുപാർട്ടികളുടെ അഭിപ്രായത്തെയും ഒക്കെ കാണുന്നത്? വേറെ പിന്നെ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത ആള് തൊട്ടതെല്ലാം കുറ്റം. ഇപ്പൊ എതിർ പിന്നെ പാർട്ടിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവര് അത്രയും പോക്കായി. ഇപ്പുറത്തുണ്ടെങ്കിൽ ഇവര് നല്ല എല്ലാം കൊണ്ടും റെസ്പെക്റ്റും ഡിസിപ്ലിൻ നല്ല ഹൈ പൊസിഷനാ എല്ലാം പറഞ്ഞിതാവും. മനുഷ്യനല്ലേ എന്താ തെറ്റുകുറ്റം ഉണ്ടാകും. ഏത് പാർട്ടിന്റെ തെറ്റുകുറ്റം ഉണ്ട്. അത് കൗൺസിലിങ്ങിനെ കൂടി അല്ലെങ്കിൽ മാനസരാന്തരപ്പെടുത്തി എല്ലാം നല്ലതാക്കി കൊണ്ടുവരിക. ഇത് ഒരു പാർട്ടി അവർ വർഗീയത അവരിങ്ങനെ വർഗീയം ഇത് കുറേ ആയില്ലേ ഇവർ തുടങ്ങിയിട്ട്. എല്ലാം കണക്കന്നെ. ശരി ശ്രീ ദിവാരൻ. ശ്രീ വിജയകുമാറാണ് ചന്ദനത്തോപ്പിൽ നിന്നാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇത് ഈ PDP ആയിരുന്നാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും ഒരു നാണയത്തിന് രണ്ട് വശം ആണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായത്. ഇത് LDFനായിരുന്നാലും UDFനായിരുന്നാലും ദോഷം ചെയ്യും. അതാണ് എന്റെ അഭിപ്രായം.
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കിരൺ ബാബു, ഇത് എല്ലാ പാർട്ടി കണക്കാണ്. ഇത് UDF, LDF ഇത് ആരെ വോട്ടും ആകും. ഇപ്പൊ CPM രഹസ്യമായിട്ട് BJP വോട്ട് ചെയ്യാൻ വേണമെന്ന് അറിയോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ട് ശരിക്കും തിന്നു കൊടുക്കുക ഈ രാഷ്ട്രീയക്കാർ. ഈ രാഷ്ട്രീയ ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഈ സാമ്പത്തികം എങ്ങനെ പൈസ ഉണ്ടാക്കുക, എങ്ങനെ ഏത് പാർട്ടി ആയാലും ശരി നമ്മൾ മനസ്സിലാക്കുന്നത് BJP-ക്കാരും കോൺഗ്രസ് BJP-ക്കാരെ വോട്ട് ആരാ വാങ്ങാതെ? UDF BJP വോട്ട് വാങ്ങിയില്ലേ? LDF വാങ്ങിയില്ലേ? ഇവരെല്ലാം കള്ളന്മാരാണ്. നമ്മൾ ഈ നമ്മുടെ കിറ്റക് സാബുവിന്റെ 2020 നാട്ടുകാരെല്ലാം ഒന്നും മാറി ചിന്തിക്കുക. ഇവര് രണ്ട് കൂട്ടർ കണക്കാണ്. BJP-യും LDF-ഉം UDF-ഉം BJP-യും എല്ലാം കണക്കാണ്. നമ്മുടെ കേരള കേരളത്തിലെ ആൾക്കാര് ആ കിറ്റക് സാബുവിന്റെ 2020 ചിന്തിക്കുക. എന്നാലും മാത്രമേ നമുക്ക് അതങ്ങനെ ഒരു സ്ഥലത്തെ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അതങ്ങനെ ഒരു കേരളം മുഴുവൻ വിശാലമാക്കാൻ കഴിയുന്ന രാഷ്ട്രീയമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളാണുള്ളത്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, PDP-യുടെ പിന്തുണ ഇടതുമുന്നണിക്കാണ്. കാലങ്ങളായി, കഴിഞ്ഞ കുറച്ച് കാലമായി അങ്ങനെയാണ്. വെൽഫെയർ പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി UDF-നാണ് പിന്തുണയ്ക്കുന്നത്. പരസ്പരം അവർ വർഗീയ ശക്തികളുമായി കൂട്ടിക്കൂടുന്നു എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരീടൻ നമസ്കാരം. നമസ്കാരമുണ്ട്. കിരീടൻ, ഞങ്ങള് ഇതിനെ കണ്ട് ചിരിച്ചിരിക്കുവാണ്. ഇടതിനും വലതിനും കാണിക്കുന്ന കണ്ട് ഞങ്ങൾ ചിരിച്ച് ഇരിക്കുവാണ്. കാരണം ഞങ്ങളുടെ വോട്ട് എങ്ങനെയെങ്കിലും ഒരെണ്ണമെങ്കിലും കൂട്ടണമെന്നുള്ള കുറയരുതെന്നുള്ള ഇതിലാണ്. നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ ഇത്തരം ഏതെങ്കിലുമൊക്കെ വർഗീയ ആരോപണമുള്ള പാർട്ടികളൊക്കെ വരുന്നത്? നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ? അതല്ലേ നിങ്ങളുടെ ഒരു വളം? അത് സത്യമാണ് കിരീടൻ. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ തമ്മിപ്പേരും തൊമ്മനാന്ന് പറഞ്ഞാൽ സ്വരാജ് ജയിക്കണം എന്നുള്ള എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് വല്ലതും ചെയ്യണത് സ്വരാജൊക്കെ ജയിച്ചാൽ ജനങ്ങൾക്ക് വല്ല ഗുണമുള്ളൂ. കാരണം കോൺഗ്രസിൽ ഈ തമ്മിലടിച്ച് ഇപ്പൊ കണ്ടില്ലേ, ഇനിയിപ്പോ ശശി തരൂർ, നമ്മുടെ മകനായ ശശി തരൂർ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നാളെ പോലെ നിങ്ങൾക്ക് പണിയാകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളി അത് ഇതുമെല്ലാം വിളിച്ച് പറയും. അതെല്ലാം നിങ്ങളെ ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടി വരും. അപ്പം ഇവിടെ തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തീരുന്നുണ്ട്. ഇപ്പൊ സ്വരാജ് ജയിക്കണം എന്നുള്ള എന്റെ ഒരാഗ്രഹം എന്നാ വെച്ചാൽ ഞാൻ ഈ CPM നിന്ന് പോയതായത് ഇപ്പോഴും രക്തത്തിൽ CPM ഉണ്ട്. പഴയ ഒരു ബന്ധം വെച്ചിട്ടാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ 10 വോട്ട് അവിടെ കുറഞ്ഞാലും സ്വരാജിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചു വിടണമെന്ന്. കാരണം ചില വർഗീയത പാർട്ടികൾ എല്ലാം കൂടുതലും അപ്പുറത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു സങ്കടം കേട്ടോ. അത് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കൂടുതൽ വർഗീയ പാർട്ടികളും ഞങ്ങൾ എതിർക്കുന്നവരെല്ലാം അപ്പുറയാണ്. അപ്പോൾ ഉള്ള സത്യം വിളിച്ചു പറയുന്നത് മാത്രമേ ഉള്ളൂ. നമസ്കാരം. അടുത്ത ആൾക്ക് നമുക്ക് ശരി, ഓക്കെ. ശ്രീ രവീന്ദ്രൻ, ശ്രീ നൗഫലാണ് എടപ്പാളിൽ നിന്നാണ്. ശ്രീ നൗഫൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോ 9 കൊല്ലമായിട്ട് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി സ്വരാജിൽ കൂടെ എന്ത് വികസനമാണ് ഇവിടെ നിലമ്പൂർ കൊണ്ടുവരാൻ പോകുന്നത്? താങ്കൾ ആ TV മ്യൂട്ട് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് തുടരാം. അങ്ങനെ ആയിരുന്നു. ഇവിടെ നോട്ടാക്കി ഇവരിപ്പോ പറഞ്ഞ സ്വരാജ് ജയിച്ചാൽ വികസനം നിലമ്പൂർ കൊണ്ടുവരുന്നതന്നെ. എന്താണ് ഇവര് വികസനത്തെ പറ്റി പറയാൻ? നമ്മുടെ വിഷയം അതല്ല, വികസനം കൊണ്ടുവരില്ലെന്നല്ല നമ്മുടെ വിഷയം. ഈ വെൽഫെയർ പാർട്ടിയുടെയും PDP-യുടെയും പിന്തുണ സംബന്ധിച്ചാണ്. വെൽഫെയർ പാർട്ടിയുടെയും മാറി എല്ലാവർക്കും പിന്തുണ കൊടുക്കണം തന്നെയാണ്. UDF-ന് മാത്രം പിന്തുണ കൊടുക്കുന്ന സമയത്ത് അതൊരു വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുന്നത് എന്തിനാണ് ഇവര് കേരളത്തിൽ ഇങ്ങനെ? ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്ന്. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് ഈ പരസ്പരം രണ്ടുപേരും പറയുന്നു ഇവർ വർഗീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, ജയിക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വെൽഫെയർ പാർട്ടി ആയാലും പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും സാധനം എല്ലാം ഒന്നാണ്. മനസ്സിലായില്ലേ? ഹലോ, ഞാൻ കേട്ടു. അങ്ങനെ എല്ലാം ഒന്നല്ല, അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. താങ്കൾ അത് അയ്യോ ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിലിറങ്ങി പരിശോധിക്കാതെ കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് താങ്കൾ ഓരോരുത്തർക്കും അങ്ങനെ കരുതാം. അവരെല്ലാം ആശയപരമായ വ്യത്യാസങ്ങൾ. ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർ ആരുമായിട്ടൊക്കെ യോജിക്കില്ല. മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ എന്തായാലും പോട്ടെ, താങ്കൾ പറയും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് സംഭവം എല്ലാം ഒന്നാണ്. ആവശ്യം വരുമ്പോ എല്ലാം ഒന്നാണ്. അത് നിങ്ങൾ വെറുതെ വേറെ കണ്ടു എന്ന് നിങ്ങൾ എന്താ പറയാ അതിനെപ്പറ്റി അറിയാത്തോണ്ട് അത്. ശരി, അത്രേ ഉള്ളൂ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എല്ലാ മതത്തിലും അങ്ങനെയുള്ള പാർട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശ്രീ സിറാജാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ സിറാജ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഇല്ല, ഞാനിത് നമ്മുടെ 992 ബാബരി മസ്ജിദ്
പൊളിക്കുമ്പോൾ, RSS പൊളിക്കുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ പിന്നെ പ്രക്ഷോഭങ്ങളും നടന്നത് നമ്മുടെ കേരളത്തിലായിരുന്നു. അത് അബ്ദുൽ നാസർ മദനി ആയിരുന്നു അന്ന് പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്നത്. അദ്ദേഹം അന്ന് ISS രൂപീകരിക്കുകയും പിന്നീട് അത് ISS മാറ്റിക്കൊണ്ട് PDP രൂപീകരിക്കുകയും ചെയ്തായിരുന്നു. ഈ PDP രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ മദനിയെ ജയിലിൽ ആദ്യത്തെ ജയിൽവാസം പിന്നെ കോയമ്പത്തൂർ ചെല്ലുമ്പോൾ അന്ന് ഇടതുപക്ഷമായിരുന്നു അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ അടയ്ക്കുകയും പിന്നീട് 10 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം കുറ്റവിമുക്തനായിട്ട് കേരളത്തിൽ വന്നപ്പോഴും അന്ന് സ്വീകരിച്ചതും ഇടതുപക്ഷമായിരുന്നു. വീണ്ടും അദ്ദേഹം ഏതാണ്ട് ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാർ ഉള്ളപ്പോഴായിരുന്നു. ഈ ഇടതുപക്ഷ സർക്കാർ ഉള്ളപ്പോഴെല്ലാം അന്ന് UDF അബ്ദുൽ നാസർ മദനി പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ UDF അന്ന് അബ്ദുൽ നാസർ മദനി തീവ്രവാദിയാണോ ഭീകരവാദിയാണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷവും അബ്ദുൽ നാസർ മദനിയെ തീവ്രവാദിയും ഭീകരവാദിയുമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായിരുന്നു. അങ്ങനെ അത് മാത്രമല്ല സിറാജ്, ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും UDF ഭാഗത്തു നിന്നും PDP അങ്ങനെ ഒരു BDPക്കെതിരായ അതിശക്തമായ വിമർശനം, അത് വർഗീയ പാർട്ടിയാണ് എന്ന മറ്റുള്ള വിമർശനങ്ങൾ രണ്ട് പാർട്ടിയും ചില ഘട്ടങ്ങളിലൊക്കെ ഉയർത്തിയിട്ടുമുണ്ട്, അനുകൂലിച്ചും പറഞ്ഞിട്ടുണ്ട്. രണ്ടുമുണ്ട്. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അല്ലെ, അന്ന് വെൽഫെയർ പാർട്ടിയെ പിന്നെ അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടായിരുന്നു. അന്ന് അവര് ഈ വെൽഫെയർ പാർട്ടിയെ പിന്നെ തീവ്രവാദിയായി മുദ്ര കുത്തിയിട്ടില്ലായിരുന്നു. ഞാൻ ഈ വെൽഫെയർ പാർട്ടിയിലെയോ അല്ലെങ്കിൽ PDPയോ ഒരു അംഗമോ ഒന്നും അല്ല. ഞാൻ നിഷ്പക്ഷമായ നിലപാടാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു പാർട്ടി രൂപീകരിച്ചു വരുമ്പോൾ, അല്ലെ മുസ്ലിം സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടി ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ അവരെ തീവ്രവാദിയായിട്ടും ഭീകരവാദിയായിട്ടും മുദ്ര കുത്തുന്ന ഒരു സമീപനം ഈ കേരള സംസ്ഥാനത്ത് ഇരു മുന്നണികളും സ്വീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ മറ്റ് ഈ ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ പിന്നെ പാർട്ടി അല്ലാതെ മറ്റ് ഇതര പാർട്ടികൾ വരുമ്പോൾ അവരെ മുന്നണിയിൽ ചേർക്കുന്ന സമീപനവും ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ കാണിച്ചു വരുന്നുണ്ട്. അപ്പൊ അതൊരു മാറ്റം വരണം. നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഭീകരവാദി പട്ടികയിലൊന്നും ഈ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്കാണ് നമ്മുടെ ഈ കേരളത്തില് ഈ ഇരു മുന്നണികളിൽപ്പെട്ട ചില ആൾക്കാര് ഇവരെ ഭീകരവാദിയായും സിറാജ്, പലപ്പോഴും ഇത്തരം പാർട്ടികളൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയല്ലേ. എപ്പോഴും സ്വാഭാവികമായും രണ്ട് ന്യൂനപക്ഷ വർഗീയത പറയുന്ന പാർട്ടികൾക്കും ഭൂരിപക്ഷ വർഗീയത പറയുന്ന പാർട്ടികൾക്കും ഈ വർഗീയത ആരെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ് അത്തരം ആളുകൾക്ക് സംശയങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അത് ശരിയാണ് താങ്കൾ പറയുന്നത്, നമ്മൾ 100% അംഗീകരിക്കുന്നു. പക്ഷെ ഈ നിലപാടുകൾ നമ്മൾ മാറ്റണം. വെച്ചാൽ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ നിൽക്കുന്ന ഒരു ശരിയാണ് താങ്കൾ പറഞ്ഞത്. രണ്ട് കൂട്ടരും ഇടതുമുന്നണിയായാലും LDF ആയാലും UDF ആയാലും തരാതരം പോലെ തള്ളിപ്പറയുകയും നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ നമ്മളെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവര് മുസ്ലിങ്ങളെയും സമുദായ പാർട്ടികളെയും എല്ലാവരും അവർക്ക് അനുകൂലമായ രീതിയിൽ വന്നില്ല എങ്കിൽ അത് തീവ്രവാദികളാക്കും, ഹിന്ദുക്കളെ കള്ളന്മാരാക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സാറേ, ബാബർ മസ്ജിദ് പൊളിച്ചപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് അതേപോലെ ഒരു മന്ദിരം പൊളിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ കത്തൂല്ലായിരുന്നോ? അപ്പൊ ഈ ഭീകരന്മാരെ വളർത്തി വിടുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ലേ സാറേ? ഞാൻ കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളല്ലേ? അപ്പൊ ഭീകരന്മാരെ രാഷ്ട്രീയ പാർട്ടി തന്നെ. രാഷ്ട്രീയക്കാരന്മാരാണ് നമ്മളെ ഭീകരന്മാര്. രാഷ്ട്രീയ പാർട്ടി അനുഭവം രാഷ്ട്രീയ കാരണം നമ്മൾ എന്തിനും ഏതിനും കൊച്ചു പിള്ളേർ മരിച്ചാൽ പോലും എടുത്ത് രാഷ്ട്രീയം കളിക്കുന്ന ആ ആയത്തിന് വില പേശുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് വർഗീയതവാദികൾ. പക്ഷേ നമ്മുടെ മദനി അദ്ദേഹം ജയിലിൽ കടന്ന് കുറ്റം ചെയ്തു, ഇല്ലെന്ന് പറയുന്നില്ല, കുറ്റം ചെയ്തു. അദ്ദേഹത്തിന് 2-3 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് പോലും ശിക്ഷ കൊടുക്കാത്ത ഈ ലോകത്ത് അദ്ദേഹം ഒരു ശിക്ഷ കൊടുത്തു. തെളിയിക്കാൻ സാധിച്ചില്ല, തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അതേ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്തായാലും സമൂഹത്തിലുണ്ട്. ശ്രീ ശശിധരൻ നായരാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ ശശിധരൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് മുന്നണികളും ഈ പിന്തുണ വാങ്ങിയതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? ഈ വെൽഫെയർ പാർട്ടിയും BDPയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ പോലെ രണ്ട് കക്ഷികളല്ലേ ഇവര്?
അങ്ങനെ ശരിക്കും പറയാൻ കഴിയില്ല. തീവ്രവാദികൾ വെൽഫെയർ തന്നെ. പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. PDP അങ്ങനെയല്ല. PDP പൊതുവായി മറ്റു കാര്യങ്ങളൊക്കെ ഉയർത്തി വന്ന പാർട്ടിയാണ്. ഇവിടെ രണ്ടും പൂർണ്ണമായും ഒന്നാണ് എന്ന് പറയാൻ കഴിയില്ല. ബംഗ്ലാദേശാക്കുക എന്നുള്ളതാണ് ഈ രണ്ട് പാർട്ടികളുടെയും ലക്ഷ്യം. കേട്ടില്ല, അങ്ങനെയാണ് ഇന്ത്യയെ ഒരു ബംഗ്ലാദേശ് ആക്കുക എന്നുള്ളതാണ് ഈ അങ്ങനെ ഒരു പാർട്ടികളുടെ ലക്ഷ്യം. എന്തായാലും ഇന്ത്യയെ ബംഗ്ലാദേശ് ആക്കുക എന്നുള്ള ലക്ഷ്യം അവര് എന്തായാലും ഈ പാർട്ടികൾക്കൊന്നുമില്ല. പുറത്ത് പറയുന്നില്ല, അവരുടെ ഉള്ളിലുള്ളത് തന്നെ. അതെങ്ങനെയാണ് ഉള്ളിലുള്ള കാര്യം ശ്രീ ശശിധരൻ നായർക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? അങ്ങനെ ഉള്ളിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ അവരെ ഒരു മതരാഷ്ട്രവാദമൊക്കെ അവർക്കുണ്ട് എന്നൊക്കെ പറയാം. PDPയെ സംബന്ധിച്ച് അങ്ങനെ ആ കാര്യത്തിൽ അല്ല, മറ്റേ PDP ന്യായീകരിക്കുകയൊന്നുമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ അവർ ഇന്ത്യയെ ബംഗ്ലാദേശ് ആക്കുക എന്നുള്ള ഉദ്ദേശം ഒന്നും ഉണ്ട് എന്ന് തോന്നുന്നു. പണ്ടത്തെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഞാൻ ഗൾഫിൽ വെച്ച് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? മദനിയുടെ പണ്ടത്തെ കാസറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? കാസറ്റ് അല്ലേ, മദനിയുടെ നേരിട്ട് പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്. ആ, അതൊക്കെ ശരിയാണ്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക എന്നുള്ളതാണ് ഈ രണ്ട് പാർട്ടികളുടെയും ലക്ഷ്യം. അവരുടെ അടവ് നയമാണ് ജനാധിപത്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഇലക്ഷൻ നിൽക്കുക, മത്സരിക്കുക എന്നുള്ളതൊക്കെ. ഒരു അവസരം കിട്ടിയാൽ ഇവരെല്ലാം ബംഗ്ലാദേശിന് അതുപോലെ നടക്കുന്ന പോലെ തന്നെ ഇവിടെയും നടത്തും. അതിന് യാതൊരു ശശിധരൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയത ഉയർത്തി പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുമില്ലേ, അവരും ചെയ്യുന്ന ഇതൊക്കെ തന്നെയല്ലേ? ബംഗ്ലാദേശിൽ നടക്കുന്ന ഇന്ത്യയിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ നടന്നിരിക്കും. ശശിധരൻ അത് തന്നെയാണ് പറഞ്ഞത്. ഈ ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന പാർട്ടിയാലും ന്യൂനപക്ഷ വർഗീയത ഉയർത്തുന്ന പാർട്ടിയാലും രണ്ടും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ? അടവ് നയമാണ്. ജനാധിപത്യത്തിൽ ഇന്ത്യ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. അവർ ഭൂരിപക്ഷമായാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെ ഇവിടുത്തെ ഹിന്ദുക്കളായാലും ഇവിടുത്തെ മുസ്ലിമായാലും ഇതെല്ലാം ഈ മതമൊക്കെ ഈ എത്ര തലമുറയുടെ പഴക്കം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ പഴക്കമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മതം മാറിയതിനും ഒന്നും അല്ലാതെ അവരെല്ലാവരും മനുഷ്യരായി നിന്നവരാണ്. പല കാരണത്താൽ മതം മാറിയ ആളുകളും ഒക്കെയാണ്. അവരെല്ലാവരും ഒരേ കുറെ 3, 4, 5, 10 തലമുറ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നായിരുന്നു. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഒരു കാലത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തവൻ പിന്നെ എന്തുവാ കള്ളനല്ലേ കഴുതാന്ന് പറഞ്ഞ ആളാ ഞാൻ. ഇപ്പൊ പിന്നെ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ കമ്മ്യൂണിസം പറഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ന് കമ്മ്യൂണിസം എവിടെ ഉണ്ട്? ഞാൻ ഇപ്പൊ ഞാൻ BJP സപ്പോർട്ടറാണ്. BJP സപ്പോർട്ടർ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. രണ്ടും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയത എല്ലാം വർഗീയത തന്നെയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആളാണ്. സൗദി അറേബ്യയിലായിരുന്നപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അത് കഴിഞ്ഞാണ് മാറിയത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ഗോപിനാഥനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ഗോപിനാഥൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അതെന്നാന്നറിയാമോ, ഈ നിലമ്പൂര് പ്രശ്നം മാത്രം ഒരു കൊച്ചു മരിച്ചു. ആ കൊച്ചു മരിച്ചപ്പം അത് മാത്രം എടുത്തു പൊക്കി ഇവർക്ക് നാണമില്ല ഈ രാഷ്ട്രീയക്കാർക്ക്. ഈ UDF-ഉം LDF-ഉം BJP എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംവിധാനങ്ങള് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതൊക്കെ അതിന് ആ കൊച്ചിനെ എടുത്തു പൊക്കി അതൊരു കാണിക്കുന്നത്. എന്തായാലും നമ്മളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ശ്രീ ഗോപിനാഥൻ കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ്. എന്തായാലും നമുക്ക് തൽക്കാലം ഈ വിഷയത്തിൽ പറയാനുണ്ടോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് UDF എന്നുള്ള ആരോപണമാണ് LDF ഉന്നയിച്ചത്. താങ്കളൊരു ഇടതു പ്രവർത്തകൻ കൂടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതേ വെൽഫെയർ പാർട്ടിയുമായി ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി ദീർഘകാലം ബന്ധമുണ്ടായിരുന്നല്ലേ? അവരുമായി ഇലക്ഷൻ സഖ്യത്തിലൊക്കെ അല്ലെങ്കിൽ അത്തരം പിന്തുണയൊക്കെ വാങ്ങിയിരുന്നവർ തന്നെയല്ലേ LDF-കാരും? അതിനു മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ പൊതുവേദിയിൽ വിളിക്കുന്ന ആൾക്കാരും സംവദിക്കുന്ന ആൾക്കാരും ചില ആൾക്കാരെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചീത്തയൊന്നും പറയുന്നില്ല ശ്രീ കൃഷ്ണൻകുട്ടി. അങ്ങനെ ആരും പരസ്പരം ചീത്തയൊന്നും പറയാറില്ല. പിന്നെ ഒരാൾ പറഞ്ഞതിന് ഇഷ്ടപ്പെടാതെ താങ്കൾ പറഞ്ഞ മനസ്സിലായി. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞതിനെതിരെ അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ആ പരസ്പരം രാഷ്ട്രീയമായി ഇഷ്ടപ്പെടാത്തവർ അങ്ങനെയൊക്കെ പറയും. ഞാൻ അവരെ അന്നേരം തന്നെ ഇടപെട്ട് തിരുത്തുകയും ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ ഗൗരവമായി കാണേണ്ടതില്ല. അല്ല, ചീത്തയെന്ന് ഞാൻ പറഞ്ഞ മലയാളത്തിലെ പക്ക ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. അൺപാർലമെന്ററി ഉപയോഗിക്കുന്നതല്ല, പക്ഷെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായും ആളുകൾക്ക് അത്ര ഞാൻ അന്നേരം തന്നെ തിരുത്തിയിരുന്നല്ലോ. അത് ആളുകൾക്ക് ഇപ്പോൾ താങ്കളുടെ രാഷ്ട്രീയം അത് പറയുന്നത് ഇഷ്ടപ്പെടാത്ത കുറെ എതിര് രാഷ്ട്രീയത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൂടെ കേൾക്കുന്നത് കൂടി നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായത്തെ എതിർക്കാനുള്ള മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കൂടി നമ്മൾ അംഗീകരിക്കണം. അതിനെ നമ്മൾ എതിർത്തോണ്ട് കാര്യമില്ല.
അയ്യോ അനാവശ്യം പറയാൻ ആർക്കും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അല്ലല്ല, അനാവശ്യമൊന്നും അല്ല, ആരും ചീത്തയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഒരാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ ആളുകൾ പറയത്തില്ല. അത് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അങ്ങനെയാണ്. അവർക്കറിയാം നമ്മളൊരു അഭിപ്രായം പരസ്യമായ ഒരു പൊതുവേദിയിലാണ് പറയുന്നത്. അത് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായത്തിനെതിരെ മറ്റുള്ളവർ അഭിപ്രായമൊക്കെ പറയും. അത് നമ്മൾ അത് അംഗീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എതിരഭിപ്രായം പറയുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സ്വന്തം പേര് ഉപയോഗിക്കാതെ വേറെ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഐഡന്റിറ്റി കൊടുത്തിട്ട് പ്രതികരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ കാണും. ഇത് എല്ലാവരും ഇപ്പം എനിക്കിപ്പോൾ വിളിക്കുന്ന ആളിനെ പറയുന്ന പേരിനപ്പുറത്തേക്ക് അവരെ ഓരോരുത്തരെയും ആധാർ കാർഡ് നോക്കിയൊന്നുമല്ലല്ലോ നമ്മൾ. അത് കുഴപ്പമില്ല, താങ്കൾ പറഞ്ഞോളൂ. സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഷാജി ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാളിനെ വളരെ മോശമായി. അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇതിനിടയിൽ ഉണ്ടാവുന്നതാണ്. അതൊന്നും നമുക്ക് ലോകത്ത് അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. അതൊക്കെ ഇതെല്ലാം കൂടെ ചേരുന്നല്ലേ, താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയല്ലേ, ഇതെല്ലാം കൂടെ ചേരുന്നല്ലേ രാഷ്ട്രീയ ഇതെല്ലാം. അങ്ങനെയുള്ളവരെ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ശരി, ഓക്കെ. അപ്പൊ ഇതിന് ഒരു മറുപടി, ആ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലൂടെ ഒരു മറുപടി ഉണ്ടെങ്കിൽ ഇത് പറയുമ്പോഴേക്ക് ഇതിനെപ്പറ്റി പറയുമ്പോ നമ്മൾ ഈ വിഷയത്തില് നമ്മളെ മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി മറിഞ്ഞിരിക്കുന്നു എന്ന് പറയില്ലേ ആ സിനിമയ്ക്കകത്ത്, അതുപോലെ നമ്മുടെ യഥാർത്ഥ രോഗികൾ മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്ന നമ്മുടെ ഈ ചർച്ചയില്. ഇവിടുത്തെ യഥാർത്ഥ രോഗികൾ ആരാണ്? നമ്മുടെ മതവർഗീയ പ്രശ്നങ്ങളില് രണ്ടെണ്ണമുണ്ട്. രണ്ട് മതവർഗീയതയുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെതുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെതുകൊണ്ട്. ഭൂരിപക്ഷത്തിന്റെ വർഗീയതയെ പറ്റി ഇപ്പൊ ഇതുവരെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഓരോരുത്തരും പറയുന്നത്. അതേപറ്റി ആരും പറഞ്ഞു കേട്ടതേ ഇല്ല. അല്ല, ഇന്ന് ചർച്ച അതായിരുന്നില്ല. ഇന്നത്തെ ചർച്ച LDF രണ്ട് പാർട്ടികൾ, PDPയുടെ പിന്തുണയും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമാണ്. അത് രണ്ടും എന്തായാലും ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെടുന്ന പാർട്ടികളല്ലല്ലോ. അല്ല, അത് അവിടെയാണ് എന്റെ പരാതി. എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ചാനലിന്റെ പ്രത്യേകതയായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഭൂരിപക്ഷം നിങ്ങളെ വിട്ടുകളഞ്ഞത്. അങ്ങനെയല്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച കേരളത്തിലെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF കിട്ടുമ്പോൾ അതിനെതിരെ LDFും MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പരസ്യമായ രംഗത്ത് വരുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ തന്നെ PDPക്ക് പിന്തുണയുടെ കാര്യവും നേരത്തെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ വാങ്ങിയിട്ടില്ലേ എന്നുള്ള കാര്യവും എല്ലാം തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരളം ചർച്ച ചെയ്യേണ്ട രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ കൊള്ളാം, അവർക്ക് നൽകാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിട്ടാൽ ബെർമുഡ, മറ്റേ അവരിട്ടാൽ വള്ളിക്കർ എന്ന് പറയുന്ന പോലത്തെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായ ചർച്ചയാവും. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഈ കാര്യം നമ്മൾ കേട്ടു തുടങ്ങിയത് ഒരു 3 അക്ഷരങ്ങളിലൂടെയാ, കോലീബി എന്ന് പറഞ്ഞിട്ട്. കോലീബി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത്രയും വിശാലമായ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു ചോദ്യമല്ലേ ചോദിച്ചത്. ഇതേ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFും വാങ്ങിച്ചിട്ടില്ലേ? ചെറിയ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യം പറഞ്ഞത്. അപ്പൊ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അവര് മതരാഷ്ട്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണെന്ന് പരസ്യമായ കാര്യമല്ലേ? അതാ ചോദിച്ചത്. അവരുടെ പിന്തുണ കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അല്ലെങ്കിൽ അവരുമായി ധാരണ ഉണ്ടാക്കിയിരുന്നല്ലേ LDFും? എന്റെ ഓർമ്മയിൽ 2 പതിറ്റാണ്ടുകളായിട്ട് ഞാനത് കേൾക്കുന്നതില്ല. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും CPM-ഉമായിട്ടും ഇടതുപക്ഷമായിട്ടും ഒരു സഖ്യം എവിടെ നടന്നതായിട്ട്. സഖ്യമല്ല, അവരുടെ പിന്തുണ വാങ്ങുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പിന്തുണയ്ക്കുകയും അവരുടെ നിലപാടുകളെ അംഗീകരിക്കുക, അവരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം ഈ രാഷ്ട്രീയത്തിൽ അവരുമായി നടത്തിയ ചർച്ച അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണെന്ന് ആരാ പറഞ്ഞത്? അവരുമായി നടത്തിയ ചർച്ച അവരുടെ പിന്തുണയെ അംഗീകരിച്ചുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അംഗീകരിച്ചുകൊണ്ട് ദേശാഭിമാനി അടക്കം എഡിറ്റോറിയലടക്കം എഴുതിയിട്ടില്ല. അതെല്ലാം ചരിത്രമാണ്, അത് നിഷേധിച്ചുകൊണ്ട് കാര്യമില്ല. അതൊരു തെറ്റായ വായനയാണ്. തെറ്റായ വായനയല്ല ശ്രീകൃഷ്ണൻകുട്ടി. വേണമെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. താങ്കളെപ്പോലുള്ള ആളുകൾ പറയുന്നുള്ളതുകൊണ്ട് ഏതൊക്കെ വർഷം പിന്തുണ വാങ്ങിയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് രണ്ടുപേരും. ഇതിനകത്ത് ഞാൻ നേരത്തെ തൊട്ടേ പറഞ്ഞല്ലോ, LDF മാത്രമല്ല UDFും LDFനും മാറി മാറി പിന്തുണച്ചിട്ടുള്ളവരാണ്. നേരത്തെ LDFിനൊപ്പമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി, ഇപ്പോൾ UDFിനൊപ്പമാണ്. അതിന്റെ റെഫറൻസ് എടുക്കാൻ വേണ്ടി ഇപ്പൊ എന്റെ കയ്യിൽ കടലാസില്ലാത്തതുകൊണ്ട് വേണ്ട, താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ശ്രീകൃഷ്ണൻകുട്ടി. ഇനിയിപ്പോ ഇപ്പോഴത്തെ നിലയിലേക്ക് വരാം. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനു മുമ്പ് നടന്ന പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ CPM-ന്റെ നേതാക്കന്മാര്, ഇപ്പൊ നിലമ്പൂരാണെങ്കിൽ സ്വരാജ്, പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, ഇവരെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, മതവർഗീയ രീതിയിൽ നടക്കുന്നവരുടെ തന്നെയാണ് ശ്രീകൃഷ്ണൻകുട്ടി ചോദിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ LDF വാങ്ങിയിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇത് പറഞ്ഞില്ലല്ലോ, അന്നേ ഇത് സ്വീകരിക്കാമായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFിനൊപ്പം ചേർന്നു. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെക്ക് എതിര് പറയുന്നു. നേരത്തെ തന്നെ അവർക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴല്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി ആയിരുന്ന ഘട്ടത്തിൽ അവർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആയിരുന്നല്ലോ അവർക്ക് യഥാർത്ഥത്തിൽ മതരാഷ്ട്രം. ഇതിപ്പോ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പറയാം. മറ്റേത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ലേ? ആ സമയത്തൊക്കെ അവരുമായി ചർച്ച നടത്തുകയും അവരുടെയൊക്കെ പിന്തുണ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡാ. എന്തെന്ന് വെച്ചാല്
പഴയ കാര്യങ്ങൾ അത് പറയരുതെന്ന് എന്നോട് പറയുകയും നിങ്ങൾ പറയുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പറയരുത്. ഇപ്പോഴത്തെ കാര്യം എന്താണ്? ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും ഇത്തരം മതവർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ കണ്ടതാണ്. അതിലൂടെ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ പറയട്ടു, ഞാൻ എന്റെ സെന്റൻസ് കട്ട് ചെയ്യാണ്. അത് PDP കാര്യം പിന്നെ പറയാം. ഈ റിയാസിന്റെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടതാണ്. റിയാസും പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇവരുടെ വോട്ടില്ലാതെ ഞങ്ങൾ ജയിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ടെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, അവരിപ്പോ വോട്ട് ചെയ്യുന്നില്ല ശ്രീ കൃഷ്ണൻകുട്ടി. അവരിപ്പോൾ LDF-നൊപ്പം അല്ല, UDF-നൊപ്പമാണ്. ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടേത് വേണ്ടെന്ന് കാലത്ത് ഒപ്പം നിന്ന കാലത്ത് ഇത് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ PDP-യുടെ കാര്യം, PDP ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ഒരു വാദം ഉന്നയിച്ചായിട്ട് PDP തീവ്രവാദ സംഘടനയാണെന്ന് CPM നേതാക്കൾ തന്നെ നേരത്തെ 2009 പിന്തുണ ഇങ്ങോട്ട് വന്നപ്പോൾ അടക്കം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് കൂടിയുണ്ട്. തീവ്രവാദ സംഘടനയുടെ കാര്യമല്ല പറഞ്ഞ, മതരാഷ്ട്രത്തിന് വേണ്ടി ഒരിക്കൽ പോലും PDP പറഞ്ഞിട്ടില്ല. ശരി, മതരാഷ്ട്രം പറഞ്ഞല്ലോ, പക്ഷെ തീവ്രവാദ സംഘടനയാണെന്നും അവരുടെ പിന്തുണ വേണ്ട എന്ന് നേരത്തെ 2009 പൊന്നാനി തെരഞ്ഞെടുപ്പിലൊക്കെ വിജയരാഘവൻ തന്നെ പറഞ്ഞിട്ടുള്ളത് വലിയ വിവാദമായിട്ടാണ്. ഇപ്പോഴും അതെല്ലാം വീഡിയോ ഒക്കെ ഇപ്പോൾ ലഭ്യമാണല്ലോ. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു കാര്യം ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ RSSന്റെ വോട്ട് വേണ്ടെന്ന് വ്യക്തമാണ്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട പരസ്പര വാദപ്രതിവാദങ്ങളോട് പ്രതികരിക്കുന്നത്? അതായത് സംഘടിത വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണിയും പരസ്പരം മത്സരിക്കുകയാണ്. രണ്ട് മുന്നണികളും പിന്നെ പരസ്പരം മത്സരിക്കുകയാണ് സംഘടിത വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ വേണ്ടി. ജമാഅത്തെ ഇസ്ലാമി ആയാലും വെൽഫെയർ ഫ്രണ്ട് ആയാലും PDP ആയാലും ഇതെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും. എന്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഇപ്പം UDF-ലുള്ള ഇപ്പൊ UDF-ൽ നിൽക്കുന്ന മുസ്ലിം ലീഗും ഇതും ആയിട്ട് ഒന്നും ഒരു വ്യത്യാസമില്ല. കാര്യം മുസ്ലിം ലീഗുമായിട്ട് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ തുഞ്ചത്ത് ആചാര്യന്റെ പ്രതിമ ഇപ്പോഴും അവിടെ കെട്ടിവെക്കട്ടില്ലായിരുന്നു, എന്നെ സ്ഥാപിച്ചേനെ. ഈ തുഞ്ചത്താചാര്യന്റെ പ്രതിമ ഇതുമായിട്ട് ഒരു വ്യത്യാസമില്ല. എല്ലാം ഒരു കുടുംബത്തിലെ ഈ സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടി രണ്ട് മുന്നണികളും പരസ്പരം മത്സരിക്കുന്നു. KG കുമാർ, അപ്പുറത്തേക്കുന്ന മൂന്നാം കക്ഷിയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഈ രണ്ട് പാർട്ടികൾ മാത്രമല്ലല്ലോ, ആ കക്ഷിയും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ശരി, അദ്ദേഹത്തിന് കട്ടായി പോയെന്ന് തോന്നുന്നു. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. എന്റെ മുന്നേ പറഞ്ഞ കൃഷ്ണൻകുട്ടിയുടെ ഒന്നിന് മാത്രം ഒരു മറുപടി പറയാണ്. പിണറായി വിജയൻ RSSന്റെയും BJP-യുടെയും വോട്ട് വാങ്ങിയിട്ട് MLA ആളാണ്. അദ്ദേഹം അവരെ നിഷേധിച്ചത് അദ്ദേഹത്തിന് ഒരു പുനർവായനക്ക് വെക്കേണ്ടതാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നു. പിന്നെ ഈ വെൽഫെയർ പാർട്ടി, അതിന് മുമ്പേയുള്ള ജമാഅത്തെ ഇസ്ലാമി, PDP, ഇത് കേരള രാഷ്ട്രീയത്തിന് ചെറിയ രണ്ട് കക്ഷികളാണ്. അവർ ഈ കാലം വരെ ഒരു MLA-യോ ഒരു MP-യോ ഒന്നും ആയിട്ടില്ല. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തും. അത് അവിടെ തരം പോലെ അവർ ഇത് ഉണ്ടാക്കുകയും ചെയ്യും, മുന്നണി ഉണ്ടാക്കുകയും ചെയ്യും. അവർ വിജയിക്കുകയും ചെയ്യും. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റേ UDF ആണെങ്കിൽ LDF ആണെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതികളിലൊക്കെ പരസ്പരം പ്രസിഡന്റും സെക്രട്ടറി ആയ ഒരുപാട് പഞ്ചായത്തുകളും കേരളത്തിലുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ആരെയാണോ പിന്തുണക്കുന്നത്, ആ പിന്തുണക്കുന്നതിനെതിരാരാണോ അവരത് വർഗീയത ആരോപിക്കും. PDP കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെയോടൊപ്പം തന്നെ. ആ മദനിയെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കർണാടകയിൽ അയച്ചതാരാണ്? അദ്ദേഹം ഭീകരവാദിയും തീവ്രവാദിയും എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന് ഈ അറസ്റ്റിന് കളമൊരുക്കിയതാരാണ്? ഇടതുപക്ഷക്കാരൻ. അപ്പോൾ അതൊന്നും അല്ല വിഷയം ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. തുടർഭരണം കിട്ടിയ പിണറായി സർക്കാരിന്റെ 4 വർഷത്തെ ദുർഭരണത്തിന്റെ വിലയിരുത്തലും അതിന്റെ വിചാരണയുമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ജനങ്ങൾ വേണ്ട വിധത്തിൽ വിലയിരുത്തുക തന്നെ ചെയ്യും. രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് മുന്നണികളും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്? വെൽഫെയർ പാർട്ടിയെയും PDP-യെയും ചൊല്ലിയാണ് ആരോപണം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. അത് അവര് ഇരുകൂട്ടരും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവര് ഈ വർഗീയവാദി പാർട്ടികളെയൊക്കെ കൂട്ടുപിടിക്കും. അതിന് പൊതുജനമായ നമ്മുടെ കയ്യിലൊരു ഇതുണ്ടല്ലോ, വോട്ട്. അത് പിന്നെ
പക്ഷം ചേരാതെ ഒരു പക്ഷവും ചേരാതെ അവർ നിഷ്പക്ഷമായിട്ട് മറ്റുള്ള നല്ലവരായിട്ടുള്ളവര് അതാണ് അതിന് ഒരു വേണ്ടത്. പക്ഷം ചേരാതെ നല്ലവരായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് വേറെ സ്വതന്ത്രന്മാരൊക്കെ നിൽക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കണോ? നിന്നുകൊണ്ടാണ് ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ വേണ്ടേ? രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ഇവരെ ഭാവിയൊക്കെ നിശ്ചയിക്കുന്ന തോൽപ്പിക്കുകയാണ്, രാഷ്ട്രീയ ഇവരെ പാർട്ടികളല്ല, തോൽപ്പിക്കുക വേണ്ടത്. സ്വതന്ത്രന്മാരാണ്. അതിനിപ്പോ വേറെ എന്താ വഴി? വേറെ ഒരു വഴിയില്ല. രണ്ടുപേരും നിങ്ങൾ കൂട്ടുപിടിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക. അപ്പൊ വേറെ എന്തോ നിവർത്തി, ഇതേ ഉള്ളൂ. ശരി, ഓക്കെ. ശ്രീ രാജനാണ്. ഹരിപ്പാട് നിന്നും ശ്രീ സനലാണ് ചേരുന്നത്. ശ്രീ സനൽ, താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് മുന്നണികളുടെയും പരസ്പരമുള്ള ഈ ആരോപണത്തെ കാണുന്നത്? സാറേ, ഇപ്പൊ ഈ UDF സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണമില്ലാതിരുന്നതിന്റെ ഒരു ക്ഷീണം അവർക്കുണ്ട്. അവരുടെ നിലനിൽപ്പിന്റെ പ്രക്ഷേപമാണ്. അവർക്കതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ അവർ നിർബന്ധിതമായി തീരുക, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാവും. ഇപ്പൊ ലീഗിന്റെമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഇപ്പൊ നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ലീഗ് മാറിക്കൊണ്ടിരിക്കുന്നു. ലീഗ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാഷ്ട്രത്തിന്റെ നമ്മുടെ രാഷ്ട്രീയ ഭാവി പ്രശ്നത്തിന് വേണ്ടി മാറി നിൽക്കുന്ന വർഗീയ കക്ഷികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വോട്ടിന് വേണ്ടി എല്ലാവരെയും ഏത് ചെകുത്താന്റെ വോട്ട് മേടിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ രണ്ട് കൂട്ടരെയും വെൽഫെയർ പാർട്ടി ആയാലും PDP ആയാലും രണ്ടുപേരും LDF-നെയും UDF-നെയും പല ഘട്ടത്തിൽ പിന്തുണച്ചിട്ടുള്ളവരാണ്. അത് സാർ, PDP ഒരു കാലഘട്ടത്തിൽ PDP-യുടെ മതിനി ഉണ്ടായ ചില വിഷയങ്ങൾ അത് അദ്ദേഹം രാഷ്ട്രത്തിന് അതീതമായി, രാഷ്ട്രത്തിന്റെ ഭാവിക്ക് അതീതമായി സംസാരിച്ചു. ഞാനതല്ല പറഞ്ഞത്, ഈ രണ്ടുപേരെയും ഇപ്പൊ PDP-യുടെ കാര്യത്തിലായാലും വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലായാലും രണ്ടുപേരും LDF-നെയും UDF-നെയും കാലാകാലങ്ങൾ പിന്തുണച്ചിട്ടുള്ളവരാണ്. അതെ സാർ. ഇന്ന് പക്ഷേ ഇവിടെ നിലമ്പൂരെ വിഷയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ വരുമ്പോൾ മാത്രം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കൂട്ടർ, ഇപ്പൊ UDF പറഞ്ഞത് LDF-ന്റെ PDP ആയാലും വെൽഫെയർ പാർട്ടി ആയാലും രണ്ടായാലും ഈ നിലമ്പൂരിൽ വരുമ്പോൾ മാത്രം ഒരു വർഗീയ പാർട്ടി ആവില്ലല്ലോ. അതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലേ? സാറേ, വർഗീയ കക്ഷികളുടെ രാജ്യത്തിനെതിരായി നിൽക്കുന്ന കക്ഷികളുടെ SDP ആയാലും വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് നിലമ്പൂരെ LDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്. ഇല്ല PDP വോട്ട് വേണ്ട, PDP വോട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. PDP-യുടെ വോട്ട് വേണ്ടെന്ന്, BDP-യുടെ കാര്യം ഈ അടുത്ത ദിവസമാണ് ചർച്ചയ്ക്ക് വന്നത്. ശ്രീ M.V. ഗോവിന്ദൻ തന്നെ അത് വ്യക്തമാക്കി. PDP വർഗീയ പാർട്ടി അല്ല, അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിന്, അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു. അവര് വർഗീയ പാർട്ടി അല്ല, അത് ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് തീവ്രവാദ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് CPM തന്നെയാണ് മുമ്പ്. സാറേ, അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാർട്ടിക്ക് അതിന്റെ കാലഘട്ടത്തിൽ അവരുടെ ഞാൻ മുമ്പ് ചോദിച്ചാണ്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയിലേക്ക് പോകുമ്പോൾ 1-2 യൂട്യൂബിന്റെ കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണ്. ഷിജു കിരിയത്ത് ചോദിച്ചിരിക്കുന്നു, ഡിഡ് ദേ ബോത്ത് ഫൈറ്റ് ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നും ഷിജു കിരിയത്ത് ചോദിക്കുന്നു. PDP-യുടെ പിന്തുണ സ്വീകരിക്കുന്നത് തെറ്റില്ല, കാര്യം അതൊരു വർഗീയ പാർട്ടിയല്ല. മുമ്പും ഇടതുപക്ഷത്തിന് PDP പിന്തുണ നൽകിയിട്ടുണ്ട്, മറിച്ച് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല, വർഗീയ പാർട്ടിയാണ് എന്നാണ് ഷാജി കണിയാപ്പറമ്പിൽ പറയുന്നത്. ഷാജി കണിയാപ്പറമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ LDF-ഉം വാങ്ങിയിട്ടുണ്ട്. ശ്രീ കാറ്റ്കിറ്റ് പറയുന്നു, ഹേയ് മിസ്റ്റർ കിരൺ, ദെൻ ബോത്ത് പാർട്ടീസ് ആർ ബ്ലെയിം BJP എന്ന് പറയുന്നു. ജമാഅത്തെ നിരോധിച്ച പാർട്ടിയാണോ എന്ന് ചോദിക്കുന്നു ജലീഷ് ജോണ. അതോടൊപ്പം തന്നെ ഏതച്ഛൻ വന്നാലും അമ്മയ്ക്കാണ് പൊറുതികേട് എന്ന് മോഹനൻ ES പറയുന്നത്. എന്തുദ്ദേശമാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഇലക്ഷൻ നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സമീപിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള പോർവിളി ഒന്നിനും ഗുണം ചെയ്യില്ലെന്ന് രഘുനന്ദനൻ തിരുവില്ലാമരമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ UDF BJP LDF ഒക്കെ ഇപ്പോൾ വർഗീയ പാർട്ടി ആയെന്ന് തോന്നുന്നു, ഇപ്പോൾ അൻവറാണ് മെച്ചമെന്ന് തോന്നുന്നു എന്നൊക്കെ കുട്ടൻ വിലക്കത്തല പറയുന്നു. അത് ഒരേ അഭിപ്രായം തന്നെയാണ് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് നാളായി വിളിക്കാൻ ശ്രമിക്കുന്നു, ഇതുവരെ കോൾ കണക്റ്റ് ആയിട്ടില്ല എന്നും ശ്രീ കുട്ടൻ പറയുന്നു. ശ്രീ കുട്ടൻ ആവർത്തിച്ച് ശ്രമിക്കുക, എന്തായാലും കിട്ടും. അല്ലാതെ ഇപ്പോൾ ഒരേ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, അതുകൊണ്ടാണ് കിട്ടാതെ പോകുന്നത്. എപ്പോഴും വിളിക്കുന്നവരെ ഒഴിവാക്കണം, ഞങ്ങൾക്ക് വിളിക്കാൻ അവസരം തരിക എന്ന് ജലീഷ് ജോൺ പറയുന്നു. ശ്രീ ജലീഷ് ജോൺ, അങ്ങനെ നമ്മളെ ആരാണ് വിളിക്കുന്നത് നോക്കിയിട്ട് വിളിക്കുന്ന ആളെ എടുത്തിട്ട് എപ്പോഴും വിളിക്കുന്ന ആളാണോ അല്ലയോ എന്ന് നോക്കിയല്ല, എപ്പോഴും വിളിക്കുന്നവർ ഇങ്ങനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കാരും കിട്ടുന്നത്. രാജൻ മുക്കത്തൊടാൻ പുരക്കിവിറ്റ് കൊടുത്തു ഏതോ പ്രതികരണത്തെക്കുറിച്ചാണ് എന്ന് തോന്നുന്നു. ഒരു വർഗീയ വിഷയത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു.
ഇലക്ഷനായപ്പോൾ കുറേ പരസ്യം ഇറക്കിയെന്ന് ജലീഷ് ജോൺ പറയുന്നു. ഭൂരിപക്ഷ വർഗീയതയെ തൊടാത്തത് ചാനലിൻ്റെ രാഷ്ട്രീയം. മൊയ്തീൻകുട്ടി PDP വർഗീയ പാർട്ടിയല്ല. ജമാഅത്തെ ഇസ്ലാമി ശ്രീ AK കൃഷ്ണൻകുട്ടി നമ്മുടെ പൊതുവേദി ചർച്ച കേട്ടിട്ടുള്ള ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയും എന്ന്. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ആളാണെന്ന് അറിയില്ല. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തവരാരും അങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും അത് ശക്തമായി വിമർശിക്കാറുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാലും തെറ്റ് ചെയ്താൽ തെറ്റിനെ തെറ്റാണ് എന്ന് തന്നെ പറയും. അതിന് യാതൊരു സംശയവും ഇല്ല. അത്തരം അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നതിനെ പാർട്ടിക്കാരുടെ അഭിപ്രായങ്ങൾ വരാറുണ്ട്. അവരൊന്നും അഭിപ്രായങ്ങളെ ഞങ്ങൾ നിരോധിക്കാറുമില്ല. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത്. ശ്രീ ബിനോയ്, താങ്കൾ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയെ പോലെ ഒരു പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നു? അവിടെ ഏതെങ്കിലും തരത്തിലൊരു വർഗീയ നിലപാടോ മറ്റ് കാര്യങ്ങളോ കാണുന്നില്ല? വർഗീയ ശക്തികളുമായിട്ടെല്ലാം തെരഞ്ഞെടുപ്പ് ജയത്തിന് വേണ്ടി കൂട്ടുകൂടാം എന്നുള്ളൊരു നിലപാടിലേക്കാണോ? നമസ്കാരം കിരൺ. അത് ആര് പിന്തുണ തന്നാലും നമ്മൾ വാങ്ങുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അങ്ങോട്ട് പോയി അവരുമായിട്ടൊരു ധാരണയില്ല. അവർ വോട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ട എന്ന് പറയത്തില്ല. പക്ഷേ അങ്ങനെയല്ല, ഇടതുപക്ഷം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷം ശക്തമായി തന്നെ ഇവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സ്ഥാനാർത്ഥി M സ്വരാജ് തന്നെ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി, സാധാരണ സ്ഥാനാർത്ഥികൾ അങ്ങനെ പറയാറില്ല, പക്ഷേ M സ്വരാജ് വളരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി. അല്ല, M സ്വരാജിന് അത് പറയല്ലേ. M സ്വരാജിന് കൃത്യമായിട്ട് അറിയാൻ തോക്കുമെന്ന്. ഇപ്പം കിരണ് തന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. ജയിക്കുന്നൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കപ്പെടേണ്ട അവസ്ഥയാണ്. എന്തായാലും ഇടതുപക്ഷം മത്സരിക്കുന്നത് അവിടെ തോക്കാൻ വേണ്ടിയല്ലോ, ജയിക്കാൻ വേണ്ടി തന്നെയല്ലേ മത്സരിക്കുന്നത്. CPM-ന്റെ ഇപ്പോഴത്തെ നിലപാട് RSS-ന്റെ വോട്ടാണെങ്കിലും അവർ രഹസ്യമായി വാങ്ങും, പരസ്യമായി വാങ്ങത്തില്ലെന്നാണ് M സ്വരാജ് പറയുന്നത്. പക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി ആരുമായിട്ടും ബാന്ധവം ഉണ്ടാക്കാൻ ഇഷ്യൂ ആണ് അവിടെ വിജയിക്കണമെന്ന്. പക്ഷെ അവർക്ക് പരസ്യമായും രഹസ്യമായും അറിയാം അവർ വിജയിക്കത്തില്ല. ശ്രീ ബിനോയ്, വിജയിക്കുമോ വിജയിക്കില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എന്തായാലും അവിടെ LDF മത്സരിക്കുന്നതും UDF മത്സരിക്കുന്നതും വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. രണ്ട് കൂട്ടർ വിജയിക്കാൻ തന്നെയാണ്. മറ്റു ആളുകളൊക്കെ മത്സരിക്കുന്നതിൻ്റെ കാര്യം പോട്ടെ. എന്നാൽ ഈ രണ്ട് മുന്നണികൾ മത്സരിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്. വിജയം ഉറപ്പിച്ച് തന്നെയാണ് രണ്ടുപേരും മത്സരിക്കുന്നത്. അത് അവിടെ ഒരാളുടെ വോട്ട് വേണ്ട എന്ന് ആര് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇന്ന നിലപാടുകാരുടെ വോട്ട് വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ അത് നിലപാട് തന്നെയാണ്, അതിനെ അംഗീകരിക്കേണ്ട. അല്ലാതെ അതിന് പകരം ഞങ്ങൾ രഹസ്യമായി ബന്ധം ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറയുന്നതിൽ തോക്കുന്നതുകൊണ്ടാണ് അതൊരു അർത്ഥമുള്ള വാദമല്ലോ. അല്ല കിരൺ, മരുമോൻ മന്ത്രി റിയാസ് മരുമോൻ മന്ത്രി എന്നൊന്നും അല്ലല്ലോ ശ്രീ ബിനോയ്. അതെങ്ങനെയാണ് മുഹമ്മദ് റിയാസ്? താങ്കൾ ഈ ആവശ്യമില്ലാതെ പൊളിറ്റിക്കലായി പറഞ്ഞു. പൊളിറ്റിക്കലായി താങ്കൾ മുഹമ്മദ് റിയാസിനെതിരെ പറയാം. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമനായതുകൊണ്ടല്ലേ മന്ത്രിയായത്. അതിനൊക്കെ എത്രയോ കാലം മുമ്പ് രാഷ്ട്രീയത്തിലുള്ള ആളാണ്. അങ്ങനെ പറയാനാണെങ്കിൽ കോൺഗ്രസിൽ എത്ര പേരുടെ കാര്യം പറയേണ്ടി വരും? ഒരാളുടെയും കാര്യം പറയണ്ട. കോൺഗ്രസിൽ എത്ര ഈ MLA-മാരായവരുടെ നിരനിരയായി എടുത്തു കഴിഞ്ഞാൽ MLA-മാരായവരുടെ എത്ര പേരുടെ കാര്യം, മക്കൾ രാഷ്ട്രീയം മുതൽ വീട്ടുകാരുടെ രാഷ്ട്രീയം വരെ എന്തെല്ലാം പറയേണ്ടി വരും? അതൊന്നും പറയണ്ട. അതല്ല, താങ്കൾ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് പറയും. MLA ആയാലും മന്ത്രി ആയാലും എല്ലാം അതെല്ലാം ഒന്നാണ് ശ്രീ ബിനോയ്. അവരാരും ഇവരുടെ ഒന്നും പോലെ നേരത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം, റിയാസിന്റെ അത്ര രാഷ്ട്രീയ പ്രവർത്തന പരിചയമൊന്നും ഉള്ളവരല്ല ആയത്. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വന്ന് ഭാര്യയാണ് മകനാണ് എന്നുള്ളതുകൊണ്ട് മാത്രം MLA-മാരായവരൊക്കെയാണ് ഉണ്ട്. കിരണ് ആദ്യമായി ജയിച്ചു വന്ന, എന്ത് യോഗ്യത ഇരിക്കുന്ന ആദ്യമായി ജയിച്ചു വന്ന റിയാസിനെ മന്ത്രിയാക്കാൻ. ശ്രീ ബിനോയ്, അതല്ല ചർച്ചാ വിഷയം. റിയാസിന്റെ യോഗ്യതയെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. റിയാസിന് എന്തായാലും കേരളത്തിലൊരു മന്ത്രി ആയിരിക്കാനുള്ള യോഗ്യതയുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. റിയാസ് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ കേരളത്തിന്റെ ഒരു മുൻനിര നേതാവ് തന്നെയാണ്. റിയാസ് വർഷങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ മത്സരിച്ച നിസ്സാര വോട്ടുകൾക്കാണ് ആദ്യം പരാജയപ്പെടുന്നത് പോലും. അല്ല കിരണ, ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എത്രയോ എക്സ്പീരിയൻസ് ഉള്ള കോൺഗ്രസ്സുകാർ നൽകിയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം മരിച്ച തെന്നല ബാലകൃഷ്ണപിള്ളയെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെല്ലാം ഓർമ്മയാണല്ലോ ബിനോയ്ക്ക്. കഴിഞ്ഞ ദിവസം അന്തരിച്ച തെന്നല ബാലകൃഷ്ണപിള്ളയോട് കോൺഗ്രസ് പാർട്ടി അങ്ങോട്ട് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർമ്മ കാണുമല്ലോ. അതെല്ലാം ഉണ്ട്. അതെല്ലാം പിന്നെ എക്സ്പീരിയൻസിന്റെ കഥ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ കാണും. അത് വിട്ടിട്ട് പൊളിറ്റിക്സ് പറയും. മന്ത്രി തന്നെയാണ്. നിരവധി M സുരാജിനെ പോലുള്ള പഴയ നേതാക്കളൊക്കെ MLA ആയിട്ട് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും CPM മന്ത്രിയാക്കിയിട്ടുണ്ടോ? എത്രയോ പേരുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഈ പാർട്ടിയെ മന്ത്രിയാവാത്തതിലാണ് ശ്രീ ബിനോയ്ക്ക് വിഷമമെന്ന് മനസ്സിലായി. അല്ല, വിഷമമല്ല, എനിക്ക് വിഷമമല്ല കിരണേ. അല്ലല്ല കിരണേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ കിരൺ പറയുന്നതൊക്കെ ട്രൗസർ ഇടുമ്പോഴും ബെർമൂഡ ഇടുമ്പോഴും മാറ്റി മാറ്റി പറയണ്ട. CPM-ന്റെ നിലപാട് വർഗീയ പാർട്ടികളോടൊപ്പം ആണ് ഇപ്പൊ. ഞാൻ പറഞ്ഞല്ലോ, CPM നിലപാടെടുത്താലും കോൺഗ്രസ് നിലപാടെടുത്താലും ഒന്ന് തന്നെയാണ്. ഞാൻ രണ്ടും വള്ളി നിൽക്കലാണ് എന്ന് തന്നെ പറയും. എപ്പോഴും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഞങ്ങൾ കോൺഗ്രസിന് നിലപാടില്ലേ? എവിടെ അകറ്റി നിർത്തുന്നു? അവർ PDP-യുമായിട്ട് എത്ര സ്ഥലത്ത്
PDP എത്രയോ വർഷമായി ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയാണ്, എത്രയോ വർഷമായി പിന്തുണ കൊടുക്കുന്ന പാർട്ടിയാണ്. പിണറായി വിജയനുമായി നേരിട്ട് ചർച്ച വേദി പങ്കിട്ട 12 വിഷയം പോലും വലിയ ചർച്ചയും വിവാദമൊക്കെ ആയതല്ലേ. അവർക്ക് നാണമില്ല, മനസ്സിലായോ? അപ്പൊ ആ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് ആർക്ക് പിന്തുണ കൊടുക്കണം. അവർക്ക് നാണമില്ല. അവർ നാസർ മഹദിനെ അറസ്റ്റ് ചെയ്തത് CPM. ശരി, ഓക്കെ. അറസ്റ്റ് ചെയ്ത ആൾക്ക് വിഷമമില്ലെങ്കിൽ പിന്നീട് താങ്കൾ അതിൽ വിഷമിച്ചോണ്ട് കാര്യമുണ്ടോ? ശരി, ഓക്കെ ബിനോയ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോയിട്ടുണ്ട്. ശ്രീ മോനിച്ചനാണ് തോട്ടപ്പള്ളിയിൽ നിന്ന്. ശ്രീ മോനിച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് മുന്നണികളുടെയും ഈ വർഗീയ പരാമർശത്തിൽ അല്ലെങ്കിൽ വർഗീയത ആരോപിച്ചുകൊണ്ടുള്ള ചില പാർട്ടികളുടെ പിന്തുണയെ കുറിച്ചുള്ള ആരോപണത്തിനുള്ള മറുപടി? സാറേ നമസ്തേ. നമസ്തേ സാറേ, എന്റെ മോക്കൊരു ഹായ് പറഞ്ഞു. മോളാ വിളിച്ചു തരുന്നത് കേട്ടോ. പറഞ്ഞു. കേയ എന്റെ മോളാ ഫോൺ വിളിച്ചു തരുന്നത് സാറിന് സംസാരിക്കാൻ. ശരി, കൊടുത്തു. മകളുടെ കൊടുത്തോളൂ. 9 വയസ്സേ ഉള്ളു. മുങ്ങിക്കിടക്കുമായിരുന്നു. അതാ പാട്ട എടുത്ത് വെക്കാൻ പറഞ്ഞത്. എന്താ മോളുടെ പേര്? മോളുടെ പേരെന്താണ്? ഗയ. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറ? 4ാം ക്ലാസ്സില്. അപ്പൊ നമുക്കൊരു രണ്ടൊരു പാട്ട് പാടാവോ? ഒരു പാട്ട് പാടാവോ നമുക്ക് വേണ്ടി? അന്ന് എളുപ്പം പാട്. ഇനി ഇപ്പൊ 5 കേറിയില്ലയോ? 5 കേറി സാറേ. ശരി, ഓക്കെ. എന്തായാലും മോൾക്ക് എല്ലാവിധ ആശംസകളും. ശ്രദ്ധിക്കാല്ല, കൊച്ചെ എപ്പോഴും വിളിച്ചിട്ട് കിട്ടുമ്പോ എന്റെ ഓടിക്കൊണ്ട് തരുന്നത്. ശരി ശരി, ഓക്കെ. എന്തായാലും മോൾക്ക് പ്രത്യേകമായ ആശംസകൾ അറിയിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി എല്ലാ മേഖലയിലും മികവ് തെളിയിക്കുക. അതായിരുന്നു വീട്ടിൽ നിന്നൊക്കെ. ശരി, അതാ സാറ് കേട്ടോ പാട്ട എടുത്ത് വെക്കാൻ പറഞ്ഞത് കേട്ടത്. ഓക്കെ ഓക്കെ, ശരി, ഓക്കെ ഓക്കെ. ശരി, ശ്രീ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ തോമസ്, താങ്കൾ എങ്ങനെയാണ് ഈ ചില പാർട്ടികളുടെ പിന്തുണയിൽ രണ്ടു പക്ഷവും മറ്റുള്ളവർക്കെതിരെ ഈ വർഗീയത ആരോപിക്കുന്നു, അപ്പോൾ അവിടെ എവിടെയാണ് കൂടുതൽ ശരിയെന്നാണ് താങ്കളുടെ തോന്നൽ? സാറ് നമ്മള് പാലക്കാട് മുതൽ നമ്മൾ കണ്ടേക്കണതാണല്ലോ. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് വർഗീയത, ഞങ്ങൾക്ക് കിട്ടിയ അവന് നല്ല ആൾക്കാർ. നമുക്ക് സന്ദീപ് വാര്യർ നമ്മൾ കണ്ടല്ലോ, ബാലൻ പറഞ്ഞില്ലേ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന്. പക്ഷെ കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി ഇപ്പൊ എന്നാ പറഞ്ഞത്? അപ്പൊ ഇതാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടേക്കണ ഇതാണ്. അവർക്ക് കിട്ടിയാൽ കുഴപ്പമില്ല, മറ്റൊരാർക്കും കിട്ടിയ അവർ ഏറ്റവും മോശക്കാരൻ. ഇപ്പൊ നിലമ്പൂര് അല്ലെങ്കിൽ നമ്മളെ ഈ മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രിയും വിജയരാഘവനും നമ്മുടെ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞത് നമുക്കറിയാലോ. അപ്പൊ ഇനിയുള്ള കാലങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ LDF കിട്ടാൻ സാധ്യതയില്ല. അപ്പോ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം. ഈ കാലം എത്രയോ അങ്ങനെ നമുക്ക് എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഈ ഇതിനെയൊക്കെ പരസ്പരം രണ്ടുപേരുടെയും പിന്തുണ വാങ്ങിയതിനെ ന്യായീകരിച്ചവരും എതിർത്തവരും ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ കാരണങ്ങൾ ഉണ്ട്. വർഗീയ പാർട്ടികളുമായി ഒരു തരത്തിൽ വർഗീയ സ്വഭാവമുള്ള പാർട്ടികളുമായും സഖ്യം പാടില്ല, അല്ലെങ്കിൽ അതിനെ കുറച്ച് അകലം പാലിക്കണം എന്നുള്ള നിലപാട് പറഞ്ഞ ആളുകളുമൊക്കെ ഉണ്ട്. എന്തായാലും വളരെ സമ്പന്നമായ ചർച്ചയായിരുന്നു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.